സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ഘോഷയാത്രയോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കും. ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും വിജിൻ വായാന്തോടും തത്സമയം ചേരുന്നുണ്ട്. ഷിജോ, അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് പരിസമാപ്തിയാവുകയാണ്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അമൃത, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് അനന്തപുരി ശരിക്കും ഒരു ഉത്സവ ലഹരിയിലായിരുന്നു. അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഇന്നാണ്. 4 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന് തുടക്കമാകും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമൃതയ്ക്ക് അറിയാവുന്നതുപോലെ ഓണം വാരാഘോഷം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രൗഢിയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. നമുക്കറിയാം, നിപ്പയും കോവിഡും അതിനുശേഷം വന്ന പ്രളയവും ഒക്കെ ആവുന്ന സമയങ്ങളിൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സമയത്തും ആഘോഷിക്കാൻ കിട്ടുന്ന ഓരോ വേളകളും അങ്ങേയറ്റം ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ 60ഓളം പ്ലോട്ടുകൾ ഘോഷയാത്രയെ പ്രൗഢഗംഭീരമാക്കും. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ജലവിഭവ വകുപ്പിന്റെ ഒരു പ്ലോട്ടാണ് ഘോഷയാത്രയ്ക്ക് സജ്ജമായിട്ട് നഗരവീതിയിലൂടെ രാജവീതിയിലൂടെ കടന്നു പോകുന്നത്. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഏതാണ്ടൊരു 4 മണിയോടുകൂടി 3:30 എല്ലാ പ്ലോട്ടുകളും കൃത്യമായിട്ട് അണിനിരക്കും. എന്റെ കൂടുതൽ റിപ്പോർട്ടിങ്ങിന് വിജിനും കൂടെ വന്നായിരുന്നു. അവൻ ഈ പ്രദേശത്ത് ഞാൻ ആദ്യം നോക്കി, ഇപ്പോൾ കണ്ടില്ല. ഇവിടെ ഏതോ ഒരു പ്ലോട്ട് വായി നോക്കി നിൽക്കുകയാണ്. വിജിനെ, അപ്പോൾ വൈകിട്ട് കളറാക്കണ്ടേ? എന്താ പരിപാടിയൊക്കെ? ഗംഭീര പരിപാടിയാണ്. ഞാൻ വിചാരിക്കുന്ന ഇത്തവണ കുറച്ചും കൂടി വലിയ കളറാണെന്നാണ് തോന്നുന്നത്. കാരണം തുടങ്ങാൻ ഇനിയും സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കണ്ട വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്ലോട്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ഗംഭീരമായ ഒരു വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ പ്ലോട്ടിനെയാണ് അത്ര കൗതുകത്തോടു കൂടി നോക്കിയിരുന്നത്. പക്ഷെ ഞാൻ വേറെന്താണെന്ന് വിചാരിച്ചു. ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടി കഴിയുമ്പോൾ പലതും നോക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം പ്ലോട്ടുകളും അവരുടെ സജ്ജീകരണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 7 ദിവസം വലിയ ആഘോഷം തന്നെയായിരുന്നു. ഷിജോ ഇല്ലായിരുന്നു തോന്നുന്നു, അല്ലേ? ഞാൻ ഓണാഘോഷത്തിന്റെ സമയത്ത് എനിക്ക് മറ്റു ചില ആവശ്യമുള്ളവർ എനിക്ക് വരാൻ പറ്റിയില്ല. വിജയൻ പറഞ്ഞത് മറ്റു പലതും കൂടി നോക്കാനുണ്ട് എന്ന് വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് മറ്റു പലതൊന്നുമല്ല, വേറൊന്നുമല്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, അതായത് മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, മറ്റ് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അങ്ങനെ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വാദ്യമേള കലാരൂപങ്ങളുണ്ട്. അങ്ങനെ 91 കലാരൂപങ്ങൾ കൂടി ഈ സമാപന ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. 60 പ്ലോട്ടുകൾ, 91 കലാരൂപങ്ങൾ, 1000-ലധികം കലാകാരന്മാർ, അതുപോലെ തന്നെ കരസേനയുടെ ബാൻഡ് മേളം, അങ്ങനെ തുടങ്ങി പ്രൗഢ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടികളെ അതിന്റെ ഒരു തീം കൂടിയുണ്ട്. നാനാത്വത്തിൽ ഏകത്വം ആണ് അതിന്റെ തീം. അത് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി ഒരു ശക്തമായി കൂടുതൽ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെ, അവരെ നാടൻ കലാകാരന്മാരാണ്, അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ വിവിധ കലാരൂപങ്ങളുണ്ട്, പ്രാചീന കലകളുണ്ട്, ഒപ്പം മറ്റ് പുതിയ തരത്തിലുള്ള പ്ലോട്ടുകൾ, ഒപ്പം സർക്കാരിന്റെ ഓരോ പദ്ധതികളും വിശദീകരിക്കുന്ന പ്ലോട്ടുകൾ, അങ്ങനെ വിവിധങ്ങളായ പ്ലോട്ടുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. ആ ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഘോഷയാത്രയുടെയും ആഘോഷത്തിന്റെ പരിസമാപ്തിയുടെ തുടക്കത്തിലേക്ക് കിടക്കും എന്നുള്ളതാണ്. അല്ല, ആവേശത്തിന് ഞങ്ങൾക്ക് ഒട്ടും കുറവില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ആവേശം കൂടത്തേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇതിനൊക്കെ ചടങ്ങുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ കവടിയാറിൽ തുടങ്ങി, അതായത് വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങി മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി അങ്ങ് കിഴക്കേക്കോട്ട വരെയാണ് ഈ ഘോഷയാത്ര കടന്നു പോവുക. ആ ഘോഷയാത്ര സമാപനം വൈകിട്ട് കനകക്കുന്നിലാണ്. കനകക്കുന്നിൽ വലിയ തരത്തിലുള്ള കലാപരിപാടികൾ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പ്ലോട്ടുകളെല്ലാം അണിനിരന്നു കഴിഞ്ഞു. നഗരം ഇപ്പോൾ തന്നെ ഒരു ഗതാഗത കുരുക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. കൃത്യമായിട്ട് വാഹന ഗതാഗതം അടക്കം നിയന്ത്രിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. 1300ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ ഇടങ്ങളിലായിട്ട് ഘോഷയാത്രയുടെയും അതുപോലെ തന്നെ സമാപന പരിപാടികളുടെയും ഭാഗമായിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരടക്കം ഈ ഘോഷയാത്രയുടെ ഭാഗമാകാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം. ഈ കലാകാരന്മാർ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാനില്ല. 26 എവിടെന്നാ വരുന്നേ? ജനറേറ്ററിന്റെ ആണോ? നിങ്ങൾ എന്ത് വേഷം ഇത്? കരകാട്ടം. ഇതോ? ഹനുമാനും കരകാട്ടവും ഒന്ന് ആടി കാണിച്ചാലോ? പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? കൊട്ടണോ അല്ലേ? അപ്പൊ നമുക്ക് പൊട്ടും. അപ്പൊ എങ്ങനെയാണ് തയ്യാറെടുപ്പ്? എങ്ങനെയാ തയ്യാറെടുപ്പുകളൊക്കെ?
തല്ലമൊളി വെക്കും, വെച്ച് ഡാൻസ് കളിക്കും, സ്റ്റെപ്പ് നല്ല അതായത് പാട്ട് പാടുന്ന പാട്ട് സ്റ്റെപ്പ് സൂപ്പറേ വെക്കും. അപ്പം ഈ എല്ലാ സെറ്റ് ആയി കഴിഞ്ഞിട്ട് കൊട്ടുമ്പോൾ ഞാൻ ഒന്നുകൂടെ വരാം. പാടി കാണിക്കത്തില്ലേ? പേരെങ്ങനാ? ഉണ്ണികൃഷ്ണൻ. ഇവിടെ നാളെ എവിടെയാ? വണ്ടിത്താവളം, ചിറ്റൂർ വണ്ടിത്താവളം. ചുറ്റൂർ വണ്ടിത്താവളം. ഓക്കെ, പാലക്കാട്. പാലക്കാട്. ഓക്കെ, അപ്പൊ ഉഷാറാവട്ടെ. അപ്പൊ ഹാപ്പി ആണോ? ആസാനാണ്. പിന്നെ നമ്മ സിനിമ ഷൂട്ടിങ് സിനിമയുണ്ട്, കള്ളം ഭഗവത് സിനിമയൊക്കെ എന്റെ സിനിമയുണ്ട്. ആണല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ അത് തുറന്നു നോക്കിയാൽ അപ്പം അറിയാം. ഓക്കെ, അപ്പൊ അടുത്ത വിശേഷങ്ങൾ നമ്മള് ഘോഷയാത്ര കാണാം. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ പല ഇടങ്ങളിൽ നിന്ന് ഇതിനെ ഇതിപ്പോ കരകാട്ടെന്നാ പറയുന്നത്. കരകാട്ടെ കുറിച്ച് അറിയാവോ? എനിക്ക് ഒരു പിടുത്തമില്ല. ബിജു നന്നായി ഡാൻസ് കളിക്കും കേട്ടോ, അല്ലേ? അതെ, ഡാൻസ് കളിക്കും. ഇപ്പോഴല്ല, ക്യാമറയൊക്കെ പുറത്ത്. ഇപ്പോ നമുക്ക് മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, രണ്ടുപേരുണ്ട്. ഒന്ന് സനിസ, ഒന്ന് സെയ്ഫ് സൈലാവുദ്ദീൻ. ബാക്കി സനു ബാർബിയൊക്കെ അല്പസമയത്തിനകം നമ്മളൊപ്പം ചേരും. അല്ല, അതിനകത്ത് ഈ സെയ്ഫ് സൈലാവുദ്ദീൻ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലേക്ക് പോയിരിക്കുകയാണ്. സനിസ കുറെ ദിവസമായി വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ, നിങ്ങളെ രണ്ടുപേരെയും ഫ്രെയിമിൽ കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ ചോദിക്കാൻ നിൽക്കായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളുകളാണ് സെയ്ഫ് സൈലാവുദ്ദീനും അതുപോലെ തന്നെ സനിസയൊക്കെ. ഓണത്തിന്റെ തലേന്ന് ഉത്രാടത്തിനൊക്കെ സനിസ ഓടി നടന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അവർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ആഘോഷങ്ങൾ അവർ മിസ് ചെയ്യും അല്ലേ?